ലോകകപ്പ് കിരീടം നിലനിർത്താനൊരുങ്ങുന്ന അർജന്റീന തങ്ങളുടെ അവസാനവട്ട ഒരുക്കങ്ങളും ഗംഭീരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലോകകപ്പിന് മുന്നോടിയായി നടന്ന അവസാന സന്നാഹ മത്സരത്തിൽ യൂറോപ്യൻ കരുത്തരായ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ലയണൽ സ്കലോണിയും സംഘവും തകർത്തുവിട്ടത്. യുവതാരങ്ങളായ വാലന്റൈൻ ബാർക്കോ, തിയാഗോ അൽമഡ എന്നിവർ തിളങ്ങിയ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ നായകൻ ലയണൽ മെസ്സിയും ഗോളടിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായ ആധിപത്യം പുലർത്തിയ അർജന്റീന കളി തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ ലീഡെടുത്തു. 8-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്ത് നിന്ന് യുവതാരം വാലന്റൈൻ ബാർക്കോ തൊടുത്ത കിഡിലൻ ഫസ്റ്റ് ടൈം സ്ട്രൈക്ക് ഐസ്ലാൻഡ് വലയിൽ തുളച്ചു കയറി. അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ തുടക്കമാണ് ബാർക്കോ സമ്മാനിച്ചത്. തുടർന്നും അർജന്റീന കളം നിറഞ്ഞുവെങ്കിലും ആദ്യ പകുതിയിൽ കൂടുതൽ ഗോളുകളൊന്നും പിറന്നില്ല. 2-ാം പകുതിയിൽ ആരാധകർ കാത്തിരുന്ന നിമിഷമെത്തി. മത്സരത്തിന്റെ 70-ാം മിനിറ്റിൽ നായകൻ ലയണൽ മെസ്സി പകരക്കാരനായി കളത്തിലിറങ്ങി. മെസ്സി ഗ്രൗണ്ടിലെത്തി തൊട്ടു പിന്നാലെ തന്നെ അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത ക്യാപ്റ്റൻ ഒട്ടും പിഴയ്ക്കാതെ പന്ത് വളരെ അനായാസം ലക്ഷ്യത്തിലെത്തിച്ചതോടെ അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിൽ. മെസ്സിയുടെ വരവോടെ അർജന്റീനയുടെ അറ്റാക്കിങ്ങിന് മൂർച്ച കൂടി. 2 ഗോൾ ലീഡിലും തൃപ്തരാകാതെ അർജന്റീന ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ മനോഹരമായ ഒരു ടീം ഗെയിമിനൊടുവിൽ 86-ാം മിനിറ്റിൽ അർജന്റീന തങ്ങളുടെ വിജയം ഉറപ്പിച്ച 3-ാം ഗോളും കണ്ടെത്തി. മധ്യനിരാതാരം റോഡ്രിഗോ ഡി പോളിന്റെ അസിസ്റ്റിൽ തിയാഗോ അൽമഡയാണ് 3ാമത്തെ ഗോൾ വലയിലാക്കിയത്. ഇതോടെ എതിരില്ലാത്ത 3 ഗോളുകളുടെ കനത്ത തോൽവി ഐസ്ലൻഡിന് സമ്മാനിച്ച് അർജന്റീന വാമപ്പ് മത്സരങ്ങൾ അവസാനിപ്പിച്ചു. ഇനി ജൂൺ 17-ന് ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ അർജന്റീന അൾജീരിയയെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.